സവാളയില്ലാതെ ഇഞ്ചി വെളുത്തുള്ളി ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്കൊരു ചിക്കൻ പെരട്ട് തയ്യാറാക്കാം. പിന്നെ വീട്ടിലെ നാളികേരം ഉണ്ടെങ്കിൽ ഒന്ന് ചിരകി മാറ്റി വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ചിക്കനിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഉപ്പ്, പിന്നെ തൈര് ഉണ്ടെങ്കിൽ തൈര് ചേർത്തോളൂ, ഇല്ലെങ്കിൽ ലെമൺ ആണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത്. സാധാരണ നമ്മൾ ചിക്കൻ വറുക്കാനായിട്ടുള്ള എല്ലാ സ്പൈസസുകളും ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇതിൽ മെയിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി വേണ്ട എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ വേണ്ടുന്നത് മാക്സിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അത്രത്തോളം ഇരിക്കുന്നതിനനുസരിച്ചാണ് ഇതിന് നല്ല സ്വാദ്, നല്ല ജ്യൂസി ആയിട്ട് കിടക്കുള്ളൂ. ഇനി ഞാനിത് ഉരുളിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ, നിങ്ങൾ കണ്ടല്ലോ അത്ര വെളിച്ചെണ്ണ ഞാൻ ആകെ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് ചിക്കനൊക്കെ നിരത്തി കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്യണത്. വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ചിക്കനിൽ നിന്ന് തന്നെ നല്ല പോലെ വെള്ളം ഇറങ്ങി വരും. പിന്നെ അടച്ചു വെച്ചിട്ടായിരിക്കണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. കാരണം ഈ ചിക്കനൊന്ന് വെന്ത് കിട്ടും വേണം, അതുപോലെ തന്നെ നല്ല പോലെ മുരിഞ്ഞ് വരും വേണം. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്തോളൂ. പിന്നെ മല്ലിയില തീരെ ചേർക്കേണ്ട, ആ ഒരു സ്വാദും നമുക്കിതിൽ ആവശ്യമില്ല. കറിവേപ്പില മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അടുപ്പിൻ്റെ അടുത്ത് നിന്ന് ആരും മാറി നിൽക്കരുത്. കാരണം ഓരോരുത്തരുടെ പാത്രങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇത് വെള്ളം ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അടി പിടിക്കരുത്, അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കണേ. പിന്നെ ഞാനിത് പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നേക്കാൾ കൂടുതൽ അറിവുള്ള ആളുകളാണ്, കുക്കിങ്ങിലൊക്കെ നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആളുകളാണ് നിങ്ങളൊക്കെ എന്നറിയാം. എങ്കിലും നമ്മളൊരു റെസിപ്പി പറഞ്ഞിട്ട് അതുകൊണ്ടൊരു ഫ്ലോപ്പായി പോകരുതെന്ന് വെച്ചിട്ടാണ് ഞാൻ എങ്ങനെയാണ് ശ്രദ്ധിച്ച് ചെയ്തത് അതൊക്കെ എല്ലാവരോടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നാളികേരം ഒന്ന് വറുത്തെടുക്കാം. ഞാൻ അരമുറിയാണ് എടുത്തിട്ടുള്ളത്. എത്രയാണ് ചിക്കൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, അതിനനുസരിച്ചിട്ടുള്ള നാളികേരം എടുക്കുക. എന്നിട്ട് നോൺ സ്റ്റിക്ക് പാനിൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെയാണ് കേട്ടോ ഞാൻ വറുത്തിട്ടുള്ളത്. ആ ഒരു നാളികേരത്തിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒന്ന് പോയി കിട്ടണം, അത്രേ ഉള്ളൂ. ഈ സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. അതിനുശേഷം നേരെ ഒന്ന് ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഈ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ല, എല്ലാം കൂടി നമ്മൾ ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മൂടി വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തും. കാരണം മൂടി വെച്ച് കഴിഞ്ഞാൽ നാളികേരം അങ്ങ് സോഫ്റ്റായി പോവും. അതുകൊണ്ട് ഇനി തുറന്ന് വെച്ചിട്ട് തന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ആ നാളികേരം ഒന്ന് നല്ലോണം ഒന്ന് ചിക്കനിൽ എല്ലാ ഭാഗത്തേക്കും ആക്കിയെടുക്കുക. ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ ഈ ഒരു റെസിപ്പി വന്നിട്ട്. പിന്നെ ഞാൻ ഒരു വ്യത്യാസം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിൽ നെയ്യ് ഉണ്ടായിരുന്നതുകൊണ്ട് 2 സ്പൂൺ നെയ്യ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ റെസിപ്പി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്